വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റ് എല്ലാം ഇട്ടായിരുന്നു, റെഡും കുറേയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടും കുറേ പീസുകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ടൈം ഇല്ല ഇനി അയക്കാനായിട്ട്, മാക്സിമം സ്പീഡിൽ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ വേറെ ഇതേക്കുന്നത് നല്ല അടിപൊളിയാണ്. സിമ്പിൾ ഒരു ലേസ് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക്, ഇതേപോലെ ഒരു ലേസ് വെച്ചിട്ട്, പ്രത്യേകിച്ച് വേറെ യോക്കൊന്നും കൊടുക്കാതെ ഈ ഒരു ലേസ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ 3 ലെയർ നമ്മൾ ക്രോഷോ ലേസ് കൊടുത്തിട്ട് ഒരു വി നെക്കിന്റെ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആലിയ കട്ടിന്റെ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. താഴോട്ട് കണ്ടോ ആ ഒരു നല്ല ഭംഗിയിൽ ആ ഒരു പ്ലീറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫാബ്രിക്കിലോട്ട്. നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ബോട്ടം വിത്തൗട്ട് ബോട്ടം വെയർ ചെയ്യാം നമുക്കിത്. പിന്നെ അതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ ഈ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ കണ്ടോ ഓൾ ഓവർ ബോഡിയിൽ ഒരു ബൂട്ടാസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിന് തന്നെ ഒരു ഭംഗിയാണ്. സെൽഫായിട്ടൊരു വീവിങ് ബൂട്ടാസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നെക്ക് പാറ്റേൺ ഇതാ, ഞാൻ വീണ്ടും പറയണ നല്ലൊരു ഷേപ്പും ഈ ഒരു ലേസും ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇതാ, ഇതുപോലെയാണ് അതിൻ്റെ ലേസ് വന്നേക്കുന്നത് കണ്ടോ. ഈ ഒരു ലേസ് പാറ്റേൺ ഇതുപോലെ 3 ലെയറിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 3 ലെയറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ലേസ് നല്ല ഭംഗിയാണ്. ആ മെറ്റീരിയലിൻ്റെ വീവിങ് ഇത് കണ്ടോ, ശരിക്കും ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അത് കാണുന്നത്. ഞാനത് പാറ്റേൺ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്കിന്റെ ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ചെയ്യണ്ടേ, എല്ലാം ഒരേ നെക്കാവുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിന്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഹാർട്ട് ഷേപ്പ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിങ് പോർഷൻ നമ്മൾ അത്രയും ഫിനിഷിങ്ങിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വി നെക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ് ഒരു പഫ് സ്ലീവ്, ഒരു ബെൽ സ്ലീവ് വെച്ചിട്ട് അതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ആ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻഡിലോട്ട് ലേസും വെച്ച് ഒരു ഫ്രിൽസ് പോലെ ഒരു ലുക്ക്. എന്നിട്ട് ഒരു 3 ലെയർ ലേസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു 3 ലെയർ ലേസ്. ഇത് കണ്ടോ, ഇതിന്റെ 3 ലെയർ ലേസ് നമ്മൾ ഈ ഒരു പാറ്റേണിലേക്കാണ് കൊടുത്തേക്കുന്നത്. നെക്ക് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ്, സ്ലീവ് കണ്ടോ ഇതുപോലെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ കാണാമോന്ന് അറിയില്ല, റൗണ്ട് ആക്കിയിട്ട് ഇതിന്റെ എൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്രോക്ക് പോലെ, ഇത് ശരിക്കും ലെങ്ത്തും ഉണ്ട്, ഒരു ഫ്രോക്ക് പോലെ ഉണ്ട് നമുക്ക് വേറെ. ഇതിന്റെ എൻഡ് ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇവിടെ കൊടുക്കാം, പക്ഷേ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റാപ്പ് ഉള്ളതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഷേപ്പാണ്, ഒരു ഫ്രോക്ക് പോലെ അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല റെഡ് തന്നെ വേണമെന്നാണെങ്കിൽ അടിപൊളിയാണ്. ഒരു റെഡ് റാണി എന്നൊക്കെ പറയാം, അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ ഫാബ്രിക് തന്നെ ഒരു ഭയങ്കര ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് സിമ്പിളായിട്ട് നമ്മളിത് കൊടുത്തത് തന്നെ ആ മെറ്റീരിയൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹെവിയാണ്, നല്ല ഭംഗിയാണ്. ആ ഷൈനിങ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇതിന്റെ പോർഷനിൽ കൊടുത്തേക്കുന്നതും നല്ല അടിപൊളി ഒരു വീവിങ് വരുന്നതാണ്. അത് വീഡിയോയിൽ ഇച്ചിരി ഡള്ളായിട്ടായിരിക്കും കാണുന്നത്, ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാ ഇതുപോലെയാണ് ആ വീവിങ് വന്നേക്കണുണ്ടോ. ശരിക്കും ഒരു മൾട്ടി കളർ ഇത് വെച്ചിട്ടുള്ള ഒരു വീവിംഗ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. നല്ല രസമാട്ടോ. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി, ഇനി ലിമിറ്റഡേ ഉള്ളൂ. കാരണം നമ്മൾ മുമ്പിട്ട വീഡിയോയിൽ ഏറ്റവും ഫസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഒത്തിരി ബുക്കിംഗ് ഇതിനകത്തുണ്ട്. ഇനി ആകെ കുറച്ച് പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ മെറ്റീരിയലിന്റെ ഷൈനിങ് തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇത് നമ്മൾ ഫ്രോക്ക് സ്റ്റൈലിലോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു കട്ടിങ് വന്നിട്ട് ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഒരു പാറ്റേൺ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നു. ഇത് വി കോളർ ആണ്, ബാക്കിലോട്ട് കോളർ കൊടുക്കാതെ ഒരു ബാക്ക് കോളർ ഇല്ലാതെ വി നെക്കാണ്, ഒരു ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഇൻവേർട്ടഡ് പീറ്റ് വെച്ചിട്ട്. ഇതൊരു ക്രേപ്പ് സിൽക്ക് ഫാബ്രിക് ആണ്. ഫസ്റ്റ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അപ്പം ഈ ഒരു പാറ്റേൺ, ഇതിന്റെ പ്രിന്റ് ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ. ഇതിന്റെ പാറ്റേൺ ഇതുപോലെ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഇവിടെ നിന്ന് ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഫ്രോക്ക് സ്റ്റൈലാണ്. എന്നിട്ട് ഒരു ഫ്രിൽസ് ഉള്ള സ്ലീവാ കൊടുത്തു. ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.